ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതൊക്കെ നമ്മൾ റൈസ് കുക്കറിൽ ചോറ് അരി ഇട്ടിക്കണേ കേട്ടോ, തിളക്കാനയക്കണേ. ആ ടൈമിൽ ഇതാക്കണേ ഞാൻ ഇവിടെ നമ്മളെ സാധാ ചീയപ്പം ഉണ്ടല്ലോ, ചീയപ്പം ചുടുക. ചീയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി ചട്ടി ഇതാക്കണേ. ചീയപ്പം അപ്പോൾ എന്താ പറയുക, ഞാൻ ഈ നമ്മളെ പാലപ്പ ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അതെന്താ പറയുക, അങ്ങനെ ചുറ്റിച്ചുകാൻ ഉണ്ടാക്കൂലേ, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതേ ഒരു ഇതിൽ അപ്പം ഞാൻ കണ്ടോ ചുറ്റിച്ചെടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കുക. അപ്പം നമ്മളെ ചീയപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു, അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇതാക്കണം മീൻ കറി ആട്ടോ. ഒന്ന് അതിക്ക് വേറൊരു കറി ഉണ്ടാക്കുന്നില്ല. ഈ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇന്നലെ ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഷാജി ഉണ്ടാക്കിയാണ്, ഷാജി മോളുമ്പാട് ഉണ്ടാക്കിയ കറിയാണ്. അപ്പം ഇതൊന്നിങ്ങനെ അതിലിങ്ങനെ വെച്ചിട്ട് നല്ല കറി ഒഴിച്ച് ഇങ്ങനെ കഴിക്കൂല, അങ്ങനെ ഒന്നല്ല, ഒരു സൈഡിലിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ എന്തങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ അപ്പം ഇങ്ങനെ കുത്തി കഴിക്കൂലേ, അങ്ങനെ കഴിക്കുക. അപ്പോൾ ഇതൊന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്. നല്ല കഷ്ണം മീനാട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത്. ഞമ്മള് നല്ലൊരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചിന്. അപ്പൊ ഉണ്ടാവില്ലല്ലേ, ഇതുണ്ടാവും തോന്നുന്നുണ്ടോ? ഇതിലൊന്നുമില്ല, ഇതിന്റെ ഒപ്പല്ലേ വെള്ളം ഉണ്ടാവും. ഇത് മൂന്നാമത്തെ അല്ലേ? ഇത് ഇവിടുന്ന് എവിടെ നമ്മക്ക് കിട്ടിയ ഇതില് ചെലപ്പോ വെള്ളം കുറവേക്കാരം. വെള്ളം കുറവേക്കാരം ആണ്ട് തോന്നണിപ്പോ. അറിയോ ഇതിലുണ്ട്. ഇത് വേറെ ടേസ്റ്റ്. ഇത് ജ്യൂസ് അടിച്ചിട്ടുണ്ടോ? ഒന്നിലുണ്ട്. ജ്യൂസ് അടിച്ചെങ്കിൽ അടിച്ചോ, അതിനുള്ളൂ. അല്ല അത് തിന്നാ നമുക്ക്, ആ മൂന്നാല് കൂട്ടം തിന്നാണ്. വെള്ളം നോക്കി, വെള്ളം നോക്കില്ലേ, തവള വാത്താത്ത വെള്ളാണത്. നമ്മളെ കേബേജ് സദ്യയിലൊക്കെ ഉണ്ടാക്കൂലേ, സദ്യയിൽ ഉണ്ടാക്കണ കേബേജാ ഞാൻ ഉണ്ടാക്കണ കേട്ടോ. അപ്പൊ അതാക്കണ ഞാൻ ഈ ഒരു സൈസിലുള്ള കേബേജ് ആക്കും. ഈ ഒരു സൈസ് ഞങ്ങൾക്ക് കേബേജ് വേണ്ട, പക്ഷെ ഇത് ഞങ്ങൾക്ക് കുറച്ച് അധികം വേണം, ഉപ്പേരി അധികമായിട്ട് വേണം. എല്ലാവർക്കും ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി സദ്യയാണ്. അപ്പൊ സദ്യ ഉണ്ടുമ്പോ എല്ലാവർക്കും കേബേജാണ് ഞാൻ എടുത്തിക്കണത്, സദ്യക്കുള്ള കേബേജ്. അപ്പൊ ഇത് ഒന്ന് റെഡിയാക്കുക കേട്ടോ. അപ്പൊ ഞാനത് ഇത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാന്നുള്ളത് ചെറിയ കത്തി വെച്ച് ചെയ്യാട്ടോ. കത്തി വെച്ച് കുഞ്ഞു കുഞ്ഞു അരിയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് നോക്കട്ടെ. ഇതുകൊണ്ട് എനിക്ക് ഞാൻ കത്തിയോണ്ടാണ് ഇപ്പൊ ചെയ്യാം എല്ലാ കാര്യം, കത്തി എടുത്ത് ചെയ്യാം. അപ്പൊ എനിക്ക് കിട്ടിന്റെ ഐറ്റം കേബേജാണ്. അപ്പൊ കേബേജ് ഒന്ന് എന്ത് പാട്ടാ പാടണേ വാനുവോ? അത് ഞാൻ ഫ്രിഡ്ജൊക്കെ ഇട്ടൊക്കെ മറന്ന. അപ്പം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്നത് കുഴച്ച് വെക്കുക. മഞ്ഞപ്പൊടി ഇടുന്നതിനറിയോ, ഇതിലില്ല എല്ലാ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പൊ ഇതിലത്തെ വെള്ളം നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇടുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടുങ്ങാണ്ട് നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് വെക്കുക. വിലാസ് ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ഫ്രണ്ടിന്റെ ഒക്കെ ഇതാട്ടോ അറിയണാണ്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക, ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ
കാണിക്കണത് ഇപ്പൊ. നമ്മളെന്താ ഇതിലൊക്കെ നിങ്ങൾ വെള്ളം ഇറങ്ങിക്കണം കേട്ടോ. ഞാൻ ഈ ഒരു സൈഡിൽ വെള്ളം പിഴിഞ്ഞാണ്ട് ഇങ്ങനെ വെച്ചതാട്ടോ. എല്ലാം പാടെ ഒപ്പം കഴിയാത്തതുകൊണ്ട് എടുക്കാൻ കഴിയാത്ത. അപ്പൊ ഇതിലില്ല വെള്ളം നമ്മൾ എന്താ ചെയ്യാതാണ്ടോ ഇങ്ങനെ നല്ലോണം ടൈറ്റിലാക്കി എടുക്കുക കേട്ടോ. എനിക്ക് ഇത്ര വയ്ക്കണുള്ളൂ. എത്രത്തോളം നമുക്ക് ഇതിത്തെ വെള്ളം ശരിക്കും ഇങ്ങോട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം. വെള്ളം ഉണ്ടായാലും എന്ന് പറഞ്ഞാൽ എന്തിനറിയാം, ഡ്രൈ ആയിങ്ങാണ്ട് കിട്ടൂലേ. ചില കേബേജ് കുഴഞ്ഞുകൊണ്ടല്ലേ കാരം, ഇങ്ങനെ കാരം. ഇത് കണ്ട് ചിലതുണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരു നല്ലതായിങ്ങാണ്ട് കിട്ടുമല്ലോ, ഡ്രൈ ആയിങ്ങാണ്ട്. എനിക്ക് ഡ്രൈ ആയി കിട്ടണ നല്ല ഇഷ്ടമാണ്. ഏതിലേതും കഴിക്കൂട്ടോ, പക്ഷെ ആ ഡ്രൈ ആയി കഴിക്കണ ഒരു വേറെ രസമാണ്. അതായത് ഇനി നമുക്ക് കേബേജിന് ഞാൻ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ അതേപോലെ തേങ്ങ കേട്ടോ. തേങ്ങ അതേപോലെ തന്നെ നമ്മൾ ചെറുതാക്കി ചുരണ്ടിയ മതി. പിന്നെ അത് ചതക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട. തേങ്ങ ഒരു സൈഡിലാക്കിയത്. ഇനി ഈ കൊച്ചുള്ളി ഇതൊന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാനൊന്നിങ്ങനെ ചതച്ചെടുക്കട്ടെ കേട്ടോ. എല്ലാം പാടെ ഒന്ന് കുഴക്കുക കേട്ടോ. എല്ലാതും പാടെ കുഴച്ചെടുക്കുക. കറി ലീഫ് ഉണ്ടെങ്കിൽ കറി ലീഫും കൂടി ചെറുതായിട്ട് നമ്മളുണ്ടല്ലോ ക്രഷ് ചെയ്ത് കണ്ടിടുകയാണെങ്കിൽ ക്രഷ് ചെയ്തിടുക. അല്ല ചെറുതായിട്ട് ഇങ്ങനെ ഉറുക്കിടാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ഇടുക കേട്ടോ. അല്ലെങ്കിൽ സാധാ മാരിക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഇതിൽ ഉപ്പ് മുൻതൂക്കത്തിൽ വരും. ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്തേ എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ തോരൻ വെക്കുക, ഉപ്പേരി വെക്കുക, അതിലൊക്കെ നമുക്ക് എന്താണെന്നറിയോ, ഉപ്പ് മുൻപന്തിയിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ശ്രദ്ധിച്ചിടുക കേട്ടോ. എനിക്ക് തന്നെ പറ്റലുണ്ട് ചിലപ്പോൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കൂടുതൽ. പക്ഷെ പിന്നെ ചോറിലൊക്കെ കുഴച്ച് തിന്നുമ്പോൾ അതല്ലേ ടാലി ആവുക ചെയ്യാം. ഇനി ഇതാക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇടുക. തേങ്ങ ഇതിൻ്റെ കൂടെ തന്നെ നല്ലോണം ഞൗണ്ടി എടുക്കുക കേട്ടോ. ഇപ്പം തന്നെ ഇതെന്താ നല്ല ഇതിൻ്റെ ഫീലർ പച്ചക്ക് കഴിക്കാൻ തോന്നും. ഇത് ഗൈസ് കണ്ടോണിന്റെ തേങ്ങന്റെ മട്ട്, തേങ്ങന്റെ അടിയിൽ എന്താ അറിയോ, ഇപ്പൊ തണുപ്പും കൂടി ആയിട്ട് മട്ട് വേറെ കിട്ടണില്ല. വെളിച്ചെണ്ണ ഒഴിവാക്കാനും തോന്നുക. എന്താ സ്മെല്ല് അതാട്ടത് കാണുന്നത്. അപ്പൊ ഞാനിതാല് കടുക് മാറി നിൽക്കണേ. അപ്പൊ എന്താന്നറിയോ, ആ തേങ്ങന്റെ മട്ടിന്റെ കളറ് നമ്മള് സാധാ വൈറ്റ് വെളിച്ചെണ്ണന്റെ ഇത് കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതാ വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളകിലും ഇനി ഇതാക്കണേ. നമുക്ക് ഇതാണ്ട് നല്ല സ്മെല്ലില്ല, തേങ്ങ ആട്ടണ മണല്ലേ, മില്ലിലൊക്കെ ആട്ടണ മണം. ഇനി ഇത് നല്ല ഒന്ന് ഇളക്കി മറിക്കുക. ഞാൻ എന്താ വെളിച്ചെണ്ണൻ്റെ മട്ടുണ്ടല്ലോ, എന്നെക്കൊണ്ട് കഴിയണ പോലൊക്കെ ഞാൻ ഇതാക്കി ഇട്ട്. പക്ഷെ ഇത് ലാസ്റ്റ് എന്നെക്കൊണ്ട് കഴിയൂലത്. ഇത് അല്ലെങ്കിൽ മൊത്തം നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കണം. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഫസ്റ്റ് നമ്മൾ സിമ്മൊന്ന് കൂട്ടിയിടുക. സിമ്മ് കൂട്ടിയിട്ടിട്ട് ഒരു മിനിറ്റ്, ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് സിമ്മ് കുറച്ചിട്ട് ഇങ്ങനെ ആവിയിൽ അങ്ങനെ വെന്തോളും. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽബട്ടലുണ്ടല്ലോ അടിച്ചമർത്തി പോകും. പിന്നെ നമ്മളെ ഷോർട്സ് കേട്ടോ, ഷോർട്സൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇത്ര ഇതാക്കണം കേട്ടോ. ഇതിപ്പോ ഞാൻ ഓപ്പൺ ആക്കി പിന്നെ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പൊ വേണ്ട ഇത് ഇനി ഇത് വെന്തിങ്ങോട്ട് വരുമ്പോൾ ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിങ്ങനെ കുഴച്ചിങ്ങനെ കഴിക്കാം. വെള്ളം വീച്ചിങ്ങാണ്ട് വരൂല. അപ്പൊ ഇതിന്റെ മെയിൻ എന്താ, നമ്മൾ ആ കുറച്ച് മഞ്ഞൾ ഇട്ടുങ്ങാണ്ട് ആദ്യം എന്നിട്ട് ഇതിന്റെ വെള്ളമൊക്കെ നമ്മൾ ഡ്രൈ ആക്കുക, വെള്ളമൊക്കെ ഊറ്റിയെടുക്കുക. അപ്പോഴാണ് ഇതിന്റെ രസം. അപ്പൊ ഇനി ഇതാക്കണേ,
ഞാൻ ലാസ്റ്റ് ഇത് എങ്ങനെയാണ് നമുക്ക് എന്താ ഡ്രൈ ആയിട്ടുള്ള ഉപ്പേരി എങ്ങനെ കിട്ടിയതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അതാക്കണേ നമ്മളെ കേബേജ് തോരൻ കേട്ടോ. നമ്മളെ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കേബേജ് തോരന് കേട്ടോ. നമ്മൾ നല്ല കഷ്ണ മീനും നമ്മൾ സാധാ ചോറൊക്കെ ഇനിയിപ്പോൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കേബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ സദ്യക്ക് നെയ്ച്ചോർക്ക് ഉണ്ടാക്കും തന്നെ. നെയ്ച്ചോർക്ക് അതേമാതിരി ഉണ്ടാക്കും. അതേമാതിരി തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ തേങ്ങാച്ചോർക്ക് കേബേജ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ സാധാ ചോർക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ക്രിസ്മസ് ഒക്കെ ഇനി വരികയല്ലേ, ഡ്രൈ ആയിട്ടുള്ള ഈ തോരൻ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ബൈ.